നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി ബസ്സിനുള്ളിൽ യാത്രക്കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിൽ കൊട്ടിയം മൈലക്കാട് സ്വദേശിയായ സുനിലിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ വ്യാപകമായി എല്ലായിടത്തും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ സഹിതം പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയതോടെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചത്. ഏതായാലും ഒരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. നഗ്നതാ പ്രദർശന ദൃശ്യം ഇന്നലെ രാവിലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലും ടിവിയിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇതോടെയാണ് പ്രതിയെ നാട്ടുകാർ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞത്. ഇതോടെ സമീപവാസികൾ തന്നെ സുനിലിന്റെ മൈലക്കാട്ടെ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു. എന്നാൽ താനല്ല ദൃശ്യങ്ങളിൽ ഉള്ളതെന്നാണ് സുനിൽ ഉറപ്പിച്ചു പറഞ്ഞത്. ഒരുപാട് തവണ അത് പറയാൻ ശ്രമിക്കുകയും നാട്ടുകാർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയം ഇയാൾ മുങ്ങി. ഇത്തിക്കര പാലത്തിനടുത്ത് നിന്നാണ് പിന്നീട് പിടികൂടിയത്. ഒളിവിൽ പോയി ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇയാളുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ യാത്രക്കാരി കൊല്ലം ഈസ്റ്റ് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. തിങ്കൾ രാത്രി 10:50 ഈ ഒരു സംഭവം നടന്നത്. കൊല്ലം സ്വദേശിയായ യുവതി PSC പരീക്ഷയ്ക്കുള്ള പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറുകയായിരുന്നു. ബസ് മേവറം എത്തിയതോടെയാണ് എതിർവശത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന യാത്രക്കാരൻ തുടർച്ചയായി നഗ്നതാ പ്രദർശനം നടത്തിയത്. ഇതോടെയാണ് യുവതി ശല്യം സഹിക്കവയ്യാതെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ കണ്ടവർക്ക് മനസ്സിലാകും. ആ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഇയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് മൊബൈലിൽ പകർത്തുന്നുണ്ട്. എന്നാലും അയാൾ നിർത്താതെ ആ പ്രവൃത്തി തുടരുകയായിരുന്നു. കൊല്ലം സ്വദേശിനിയായ യുവതിയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാവുകയും അപ്പോൾ ആ സമയത്ത് പറയാൻ കണ്ടക്ടറോടോ അല്ലെങ്കിൽ ഡ്രൈവറോടോ പറഞ്ഞില്ല. പിന്നീട് ആ ദൃശ്യം മൊബൈലിൽ ചിത്രീകരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം അവരുമായി പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും മുന്നിൽ നിന്ന് 3ാമത്തെ സീറ്റിലാണ് ഇരുന്നത്. ബസ് മേവറം എത്തിയതോടെയാണ് ഇത്തരത്തിൽ എതിർവശത്ത് സീറ്റിലിരുന്ന മൈലക്കാട് സ്വദേശി ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം തുടങ്ങിയത്. ഇതോടുകൂടിയിട്ടാണ് യുവതി തെളിവിനായിട്ട് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ആ യുവതി പിന്നീട് കൊല്ലം ഡിപ്പോയിലാണ് ഇറങ്ങിയത്. യുവതിയെ വിളിക്കാൻ സഹോദരൻ എത്തിയതോടെയാണ് പ്രതി മറ്റൊരു ബസ്സിൽ കയറി സ്ഥലം വിട്ടത്. ഒരുപക്ഷെ ആ യുവതി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇയാൾ ഉപദ്രവിക്കാനും മടിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം പരസ്യമായിട്ട് ഒരു യുവതി ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ അവളുടെ കൂടെ ആരുമില്ല എന്ന് കാണുമ്പോൾ അവരെ അതൊരു അവസരമായിട്ട് കാണുന്നവരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുള്ളൂ. നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്, ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഈ സമയത്തൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് പല സഹായങ്ങൾ ചെയ്തുകൊണ്ട് പല ആളുകളും വരാറുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ പോലീസ് വാഹനമൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പട്രോളിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അതൊരു സുരക്ഷിതം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അതൊരു അവസരമായി കണ്ട് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് രാത്രി ഒരു ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആദ്യം പോകാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ഭയപ്പെടുന്നത് ആ സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഏതായാലും യുവതിയുടെ സഹോദരൻ ആ ബസ് സ്റ്റാൻഡിൽ എത്തിയതോടു കൂടിയിട്ടാണ് ഇയാൾ മറ്റൊരു ബസ്സിൽ കയറി അവിടെ നിന്ന് സ്ഥലം വിട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ദൃശ്യങ്ങൾ സഹിതം യുവതി പരാതി നൽകിയത്. ഏതായാലും ഇതൊക്കെ കണ്ട് നല്ല സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അല്ലാതെയുള്ള നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ തുറന്നപ്പോഴും ഈ ദൃശ്യങ്ങൾ മാത്രമായിരുന്നു. മാത്രമല്ല യുവതി ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആളുകൾക്ക് കൃത്യമായിട്ട് ഇയാളാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ആളുകളൊക്കെ തന്നെ വീട് വളയാനായിട്ട് അവിടെ എത്തി. പക്ഷെ അപ്പോഴൊക്കെ താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും പ്രതി പറഞ്ഞ് അവിടെ നിന്ന് വിടുകയായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞത് ഉടൻ തന്നെ അവിടെ നിന്ന് മുങ്ങാനായിരുന്നു. നാട്ടുകാർ മടങ്ങിയതോടെയാണ് പെയിന്റിംഗ് തൊഴിലാളിയായ പ്രതി സ്ഥലം വിട്ടത്. ബസ്സിലിരുന്ന് യുവതിക്ക് നേരെ ഈ ലൈംഗിക ചേഷ്ടകൾ ഇയാൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളുടെയും പരാതിക്കാരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് സുനിൽ അറസ്റ്റിലായത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ നാട്ടുകാർ പോലീസിനെ ബന്ധപ്പെട്ട് സുനിലാണ് ഇതെന്ന സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സുനിൽ ഒളിവിൽ പോയതോടെ പോലീസും പ്രതിയെ ഉറപ്പിച്ചു. ഇതാണ് അറസ്റ്റിന് കാരണമായത്. ഏതായാലും
ഏതായാലും ഇന്നലെ ഈ ഒരു വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു എത്രയും വേഗത്തിൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ സാധിക്കട്ടെ, അതുപോലെ തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കട്ടെ എന്ന്. കാരണം ആരും പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇപ്പോൾ ഇയാൾ ഇതവിടെ ഇരുന്ന് ചെയ്തു, അതുകൊണ്ട് തന്നെ ഈ യുവതി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആരും ആവട്ടെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ അത് കണ്ട് ആസ്വദിക്കുക, അത് കഴിഞ്ഞ് മിണ്ടാതെ അങ്ങ് വീട്ടിൽ പോകുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്, ഇതൊന്നും ആരോടും പോയി പറയില്ല എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇവന്മാരൊക്കെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇതൊരു പക്ഷേ ഇയാളിത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല, ഇതിന് മുൻപും പലപ്പോഴും ഇയാളിത് ചെയ്തിട്ടുണ്ടാവും, ബസ്സിലിരുന്നും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോഴും ഇയാൾ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഭയം ഇതുവരെയായിട്ടും ഒരു പക്ഷേ ഇയാളിത് ചെയ്തപ്പോഴൊന്നും തന്നെ ആരും പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതൊന്നും ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഇയാൾ ഈ ഒരു പ്രവൃത്തി വീണ്ടും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം. കാരണം ഇവരൊക്കെ സമൂഹത്തിൽ വലിയൊരു ആപത്താണ്. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് ഒരു അവസരം കിട്ടുമ്പോൾ ഈ ഒരു പീഡകന്മാരായിട്ട് മാറുന്നത്. ഏതായാലും ഇനി ഇയാൾക്ക് ഇത്തരത്തിൽ ചെയ്യുവാനായിട്ട് ഇയാൾക്ക് പറ്റരുത് എന്ന് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിരവധി ആളുകളാണ് കമന്റുമായിട്ട് വന്നത്. അതിൽ കൂടുതൽ ആളുകളും പറഞ്ഞിരുന്നത് ഗോവിന്ദചാമിയുടെ അനുജൻ എന്നാണ്. ഗോവിന്ദചാമി കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയതോട് കൂടിയിട്ട് അതിനെ എല്ലാവർക്കും വലിയ ജാഗ്രതയായിരുന്നു എല്ലാവരും പുലർത്താൻ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഗോവിന്ദചാമി എന്ത് ക്രൂരകൃത്യം ചെയ്തിട്ടാണ് ജയിലിനകത്തായിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഗോവിന്ദചാമിയുടെ അനുജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇയാൾ ഇത്തരത്തിലൊരു ലൈംഗിക വൈകൃതം ഇയാൾക്ക് കാണിക്കാമെങ്കിൽ, അതും പരസ്യമായിട്ട് കാണിക്കാമെങ്കിൽ, ഇയാൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഇയാൾ ചെയ്തുകൂടാ എന്നും നമുക്ക് പറയാനൊന്നും സാധിക്കില്ല. മാത്രമല്ല പൂമാലയിട്ട് സ്വീകരിച്ചവർ സ്വർണ്ണമാല വാങ്ങാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞിരുന്നു. മുൻപ് ഇത്തരത്തിലൊരു പെൺകുട്ടിയോട് ബസ്സിലിരുന്ന്, അതും KSRTC ബസ്സിലിരുന്ന് തന്നെ അശ്ലീലത പ്രകടിപ്പിച്ചപ്പോൾ ആ പെൺകുട്ടി പരസ്യമായി അത് പ്രതികരിക്കുകയും അതിന്റെ വീഡിയോ ഒക്കെ പുറത്ത് ഇട്ടപ്പോൾ ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ പ്രതി പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ പ്രതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതി നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയും പോസ്റ്റ് ഇടുകയും പെൺകുട്ടികളാണ് അല്ലെങ്കിൽ യുവതിയുടെ വസ്ത്രധാരണമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തൊക്കെ വരികയും ഈ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൂമാലയിട്ട് വലിയൊരു സ്വീകരണം സോഷ്യൽ മീഡിയയിലൊക്കെ അന്ന് ആ വീഡിയോ വളരെ വൈറലായിട്ടുണ്ടായിരുന്നു. പ്രതിക്ക് പൂമാലയിട്ട് സ്വീകരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേ പ്രതി പിന്നീട് അവിടെ നിന്ന് 1 വർഷം തികയും മുമ്പ് എന്താണ് ചെയ്തത് എന്നുള്ളതും കൃത്യമായിട്ട് അറിയാം. ഏതായാലും ഇവിടെ അതൊരു കമന്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പൂമാലയിട്ട് സ്വീകരിച്ചവർ സ്വർണ്ണമാല വാങ്ങാൻ പോയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്തവർക്കാണല്ലോ പുറത്തിറങ്ങുമ്പോൾ പൂമാലയും പൊക്കയൊക്കെ നൽകി സ്വീകരിക്കുന്നത്. പിന്നെ ഒരാൾ അതിൽ കമന്റ് ചെയ്തിരിക്കുകയാണ്, സ്ത്രീകളും ചില്ലറക്കാരികളല്ല, അമ്മയില്ലേ പെങ്ങളില്ലേ, ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ മാനം മറച്ച് പൊതുസ്ഥലങ്ങളിൽ നടക്കുമായിരുന്നു എന്ന സൂചിപ്പിക്കലാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് വസ്ത്രധാരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വസ്ത്രം കണ്ടിട്ടുണ്ടോ, വാലും തലയും എത്താതെ, ഇതൊക്കെയാണ് ഇവനെ പോലെയുള്ളവർക്ക് പ്രചോദനം. അതായത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. വസ്ത്രധാരണത്തെക്കുറിച്ച്, പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ വസ്ത്രധാരണമാണ് പ്രശ്നം, ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രം ധാരണ കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് താഴെ ഒരാൾ ഇതിന് കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ ചെയ്യുന്നത് അവരുടെ വസ്ത്രധാരണം കൊണ്ടാണോ, അവൻ്റെയൊക്കെ വാരി ഉടച്ചു കളയണം എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വസ്ത്രമല്ല ഇവിടെ പ്രശ്നം, അച്ഛൻ്റെ അമ്മയുടെയും വളർത്തുഗുണമാണ്. ന്യായീകരണമായി വരുന്നവരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. മാന്യത പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അവിടെ നിന്ന് അതിനുള്ള ശിക്ഷണം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായി സമൂഹത്തിൽ എത്തുമ്പോൾ സ്വന്തം വീട് പോലെ പെരുമാറും. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം നമ്മൾ എന്ത് പഠിച്ചാലും നമ്മൾ ആദ്യം നമ്മൾക്കൊരു മാതൃകയാവുന്നത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരനും അവരൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ എന്ത് ശീലം, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ അവിടെ നിന്ന് നമ്മൾ എന്താണോ പഠിക്കുന്നത്, ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതിൻ്റെയാണെന്ന്. വീട്ടിൽ നിന്ന് നമ്മൾ എന്താണോ പഠിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു അച്ഛൻ നമ്മുടെ അമ്മയെ റെസ്പെക്ട് ചെയ്യുന്നതും അമ്മ തിരിച്ച് അച്ഛനെ റെസ്പെക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം, അതൊക്കെ കണ്ടു വളരുന്ന ഒരു കൊച്ച് അതുപോലൊക്കെ തന്നെയായിരിക്കും പെരുമാറുക. എന്നിരുന്നാലും വളരെ കുറച്ച് ശതമാനം ആളുകൾ വഴിതെറ്റി പോകുന്നവരില്ല എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഈ വസ്ത്രധാരണം അങ്ങനെയാണെങ്കിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. എത്രയോ കുഞ്ഞുങ്ങളെ 2-3 വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ അതിക്രൂര സ്വന്തം അച്ഛനാണെങ്കിലും സ്വന്തം സഹോദരനാണെങ്കിലും അല്ലെങ്കിൽ അയൽവാസിയാണെങ്കിലും പീഡിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണോ? ആ കുഞ്ഞു ശരീരത്തിൽ, ആ കുഞ്ഞു ധരിച്ചിട്ടുള്ള ഒരു ശരീരത്തിൽ എന്ത് കണ്ടിട്ടാണ് ഇവർക്കൊക്കെ പ്രചോദനമാകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് വസ്ത്രധാരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ വസ്ത്രം എന്ത് ധരിച്ചാലും, അപ്പോൾ ഒരു ഇറുകിയ വസ്ത്രം ധരിച്ചാലും, ഒരു ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചാലും, അല്ലെങ്കിൽ ഒരു സാരി ഉടുത്താലും ചുരിദാർ ഇട്ടാലും എന്ത് വസ്ത്രം ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ വസ്ത്രം ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാകരുത് ഇടുന്നത്. ഇപ്പോൾ നമ്മളൊരാൾ ഒരു വസ്ത്രം ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം കംഫർട്ട് ആണ് എന്നതിലാണ് പ്രാധാന്യം. അല്ലാതെ
ഒരു വസ്ത്രം, ഒരു പെൺകുട്ടി ഒരു ഇറക്കം കുറഞ്ഞ വസ്ത്രം ഇട്ടു എന്ന് കരുതിയിട്ട് അതൊരു അവസരമായിട്ട് കാണാം, അല്ലെങ്കിൽ അവളോട് അങ്ങനെ കാണിക്കാം എന്നാണെന്നുള്ള രീതിയെങ്കിൽ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള രീതി എന്ന് തന്നെയാണ് പറയേണ്ടതുള്ളത്. ഈ വസ്ത്രധാരത്തെക്കുറിച്ച് പറയുന്നവർ ഈ കാലത്ത് നമ്മുടെ കേരളത്തിലടക്കമാണെങ്കിൽ എത്രത്തോളം കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള അതിക്രമത്തിന് ഇരയാകുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഒന്ന് തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. വളരെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിനും ഒക്കെ തന്നെ ഇരയാകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഒരു സംഭവമാണ്. അത് കൊല്ലം പുനലൂരിലായിരുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ആൾ അറസ്റ്റിലായിരുന്നു. അത് പുനലൂർ ഇളമ്പൽ സ്വദേശി ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതി സ്കൂൾ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി ധരിച്ചിരുന്ന വസ്ത്രം ഊരി മാറ്റിയാണ് നഗ്നതാ പ്രദർശനം നടത്തിയത്. ഒരു സ്കൂളിലേക്ക് കയറി ചെന്നിട്ട്, സ്കൂളിൽ കയറി ചെന്ന് വളരെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ പഠിക്കുന്ന ഒരു സ്കൂളിൽ കയറി ചെന്നിട്ടാണ് ഇയാൾ ഇത്തരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം ഊരി മാറ്റി അവിടെ നഗ്നതാ പ്രദർശനം നടത്തിയത്. ഇയാൾക്കെതിരെ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ ഉണ്ടെന്ന് പുനലൂർ പോലീസ് അറിയിച്ചിരുന്നു. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടന്ന് അതേ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ മറ്റൊരു കാര്യം കൂടെ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രതിക്കായിട്ട് ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ തന്നെ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലരും പലതും പറയുന്നില്ല, ചിലരൊക്കെ അത് പ്രതികരിക്കുന്നുണ്ട്, ചിലർ വീഡിയോ എടുത്ത് വന്ന് പ്രതികരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ചിലർ ഇത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ വന്ന് പറയും നിങ്ങളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ്, നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്ന് പറയാനും നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് പലരും പ്രതികരിക്കാതെ മിണ്ടാതെ ഇരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇവന്മാർക്കുള്ള ഒരു അവസരമാണെന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം അപ്പോൾ പ്രതികരിച്ച അല്ലെങ്കിൽ ഈ കാണിക്കുന്നതിനുള്ള മറുപടി അപ്പോൾ അവിടെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് വീണ്ടും തുടരില്ലായിരുന്നു. ഏതായാലും ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.